ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് സന്ധ്യാനേരത്തെ ഈ ഒരു നാമം ഉരുവിട്ടാൽ നിങ്ങൾക്കെതിരെ വരുന്ന ഏതു തരത്തിലുള്ള ശത്രുദോഷങ്ങളാണേലും എത്ര ശക്തമായ ശത്രുദോഷങ്ങളും ആയിക്കോട്ടെ നമുക്കൊരു കുഴപ്പമില്ല, ചലിക്കത്തില്ല. ഈ നാമം സന്ധ്യാസമയത്ത് ഈ പറഞ്ഞ രീതിയിൽ ഉരുവിടുന്നവരെ അത് വന്ന വഴി തിരിച്ചു പൊയ്ക്കോളൂ. നിങ്ങളെ ഒരു തരത്തിലുള്ള ശത്രുദോഷങ്ങളും നിങ്ങളുടെ മുന്നിൽ ചലിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത്. ശിവവിദ്യയാണ്. ഇത് ഏതൊരാൾക്കും എവിടെ ഇരുന്നും ചെയ്യാവുന്നതാണ്. ₹1 ചെലവില്ലാതെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ആർക്കും ചെയ്യാം, എവിടെ ഇരുന്നും ചെയ്യാം. കൃത്യമായിട്ട് ചെയ്തു പോകുന്നവർക്ക് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അവരുടെ എല്ലാ മനോകാമനകളെയും ഭഗവാൻ ശിവൻ നടത്തി കൊടുക്കും. സമ്പത്ത്, ധനം, ഐശ്വര്യം മാത്രമല്ല എത്ര വലിയ ശത്രുദോഷങ്ങളും ആയിക്കോട്ടെ അവരുടെ മുന്നിൽ ചലിക്കത്തില്ല. അത്ര വിദ്യയാണ്. സൂക്ഷ്മമായ ഏറ്റവും നല്ല രീതിയിലുള്ള ശിവൻ്റെ ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത്. ഇതെല്ലാം നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് മുഴുവൻ കാണുക. പിന്നെ ഈ ആമമോതിരം കണ്ടല്ലോ, ഈ ആമമോതിരത്തിൻ്റെ ഒരു രഹസ്യം ഞാനിന്ന് പറഞ്ഞു തരുന്നുണ്ട്. ആ രഹസ്യം മനസ്സിലാക്കി നിങ്ങൾ അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് പ്രയോജനം ചെയ്യുന്നത്. ആമമോതിരം നമുക്ക് ഭാഗ്യം, ലക്ക്, ഭാഗ്യം, സമ്പത്ത്, തൊഴിൽ പുരോഗതി ഇതൊക്കെ കിട്ടുന്നതിന് നല്ലതാണ്. ഞാൻ പറഞ്ഞു നിരവധി ആളുകളത് ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിച്ച പലർക്കും സാമ്പത്തികമായി വളരെ ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് സ്വന്തമായി സ്ഥാപനമൊക്കെ തുടങ്ങി അത് കഴിഞ്ഞ് വലിയ രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്തവരുണ്ട്. പിന്നെ അത് ശരിയായിട്ട് ഉപയോഗിക്കാത്തവർക്ക് അതിൻ്റെ ബലം ഉണ്ടാകത്തില്ല. അത് ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആമമോതിരത്തിൻ്റെ ഒരു ചില രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് മനസ്സിലാക്കുമ്പോഴാണ് ഫലം ലഭിക്കുന്നത്. അപ്പോൾ ഇതൊരു വെള്ളി മോതിരമാണ്. ഇത് പണിയുന്ന ആൾക്കോ ഈ വെള്ളിയിലോ ഒന്നും അതിശയങ്ങളൊന്നുമില്ല. ഇത് ധരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു സങ്കല്പമുണ്ട്. അതാണ് നിങ്ങളുടെ ജീവിതം മാറ്റുന്നത്. അതൊരു രഹസ്യമാണ്. അപ്പോൾ ആ രഹസ്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മോതിരം ഇട്ട് കഴിയുമ്പോൾ അത് കൂടുതൽ വർക്കൗട്ടായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്ത്, ലക്ക്, ഭാഗ്യം ഒക്കെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്തവർക്ക് അതിൻ്റെ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ശരിയായിട്ട് മനസ്സിലാകുക. എൻ്റെ നല്ല ആരുടെ വീഡിയോ ആണെങ്കിലും അറ്റവും മൂലം കണ്ടിട്ടൊന്നും ചെയ്യാൻ പോകരുത്. ഏതാണെങ്കിലും കാണുവാണെങ്കിൽ മുഴുവൻ കാണുക, വൃത്തിയായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്യുക. എല്ലാം നല്ല കാര്യങ്ങളാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായിട്ട് ഗുണം ചെയ്യും. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ വീഡിയോ മുഴുവൻ കാണണം, മിസ് ചെയ്യരുത്. കാരണം അതുപോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് വേറെ ആരും ഒരിടത്തും ഒരിക്കലും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ്. എൻ്റെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഞാനിട്ട ഡേറ്റ് നോക്കിയാൽ അറിയാം. ഇതുവരെ ഇതുപോലെ ആരും പറയാത്ത കാര്യങ്ങളാണ്. ഇനി ആരെങ്കിലും പറയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതുവരെ പറയാത്ത കാര്യങ്ങളാണ്. ഞാനാണിതാദ്യം നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് ഞാൻ ശിവനെ ഫോളോ ചെയ്യുന്ന ആളാണ്, ശിവവിദ്യ ചെയ്യുന്ന ആളാണ്. ശിവൻ്റെ ഒരുപാട് വിദ്യകൾ, ഭദ്രകാളിയുടെ രഹസ്യങ്ങൾ, താളിയോല അഗസ്ത്യരുടെ മന്ത്രങ്ങൾ, ശരനൂൽ വിദ്യകൾ, ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങൾ ഒക്കെ ഞാൻ എൻ്റെ 1100-ലധികം വീഡിയോകളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹസ്തരേഖ രഹസ്യങ്ങൾ, സംഖ്യാരഹസ്യങ്ങൾ. ഞാൻ പറയുന്ന സംഖ്യാരഹസ്യങ്ങളൊക്കെ കറക്റ്റാണ്. നിങ്ങൾ ഫോളോ ചെയ്തു. ഒരാൾക്ക് കൃത്യമാണത്. ഹസ്തരേഖ ആയിക്കോട്ടെ, അത് കൃത്യമാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെ കാരണം ഞാൻ ശിവനെ വിശ്വസിക്കുന്ന, അങ്ങനെ അടിയുറച്ചു പോകുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളാണ്, സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇതുപോലെ എല്ലാവരും പറയുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ആരും നല്ല കാര്യം പറഞ്ഞാലും സ്വീകരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്. കൃത്യം ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. ഒരാളുടെ വാഹനത്തിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 4 അക്കം കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പർ ടോട്ടൽ 19 കിട്ടുക, 17 കിട്ടുക, 29 കിട്ടുക, 22 കിട്ടുക, 19, 18, 29, 17. മനസ്സിലാവുന്നുണ്ടോ? ഈ 4 നമ്പറിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ 17 ആണെങ്കിൽ, 17 ആണെങ്കിൽ ഈ വണ്ടി ഓടിക്കുന്ന ആര് വണ്ടി ഓടിച്ചാലും എപ്പോഴും വഴക്കെ, പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ വണ്ടി അവിടെ മുട്ടി ഇവിടെ മുട്ടി, അല്ല അവരുടെ സൈഡിൽ മുട്ടി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാം. 19 ആണെങ്കിൽ തട്ടേ മുട്ടേ, അതിനും പല പ്രശ്നങ്ങളും. 22 ആണെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ചില ആവശ്യമില്ലാത്ത ചില കൂട്ടുകെട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി ചില പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ട്
അങ്ങനെയുള്ളൊരു വിധി ചിലപ്പോൾ ആ വണ്ടി ഉപയോഗിക്കുന്നവർക്കും ഉണ്ടാകാം, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക്. ഇനി 19 ആണെങ്കിൽ ആ വണ്ടി ഏതെങ്കിലും അപകടങ്ങളിലോ അല്ലെങ്കിൽ താഴ്ചയിലോ വീഴ്ചയിലോ അല്ലെങ്കിൽ അപകടങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതകൾ, നിർബന്ധമൊന്നുമില്ല. ഈ നമ്പർ വരുന്ന വണ്ടികൾക്കെല്ലാം അങ്ങനെ ഉണ്ടാകുമെന്നല്ല അതിൻ്റെ അർത്ഥം, അങ്ങനെ ഞാൻ പറയത്തുമില്ല. സാധ്യതകൾ ചിലർക്കെങ്കിലും ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്, ചിലർക്ക് അങ്ങനെ ഉണ്ടാകുമെന്ന് അർത്ഥമില്ല. അത് ശ്രദ്ധിക്കുന്നതുകൊണ്ട് ആ വണ്ടിയിൽ കയറുന്ന ഉപയോഗിക്കുന്ന ആൾ വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ശ്രീരാമ ജയരാമ ജയ ജയരാമ 3 തവണ ജപിക്കുക, ഓം നമോ നാരായണായ 3 തവണ ജപിക്കുക, ഇറങ്ങുമ്പോഴും അത് ചെയ്യുക. പക്കനാളിന് രാവിലെ ശിവന് പാൽപ്പായസം, മൃത്യുഞ്ജയാർച്ചന, കൂവളത്തിലെ അർച്ചന, കൂവളത്തിലെ കൊണ്ട് അഭിഷേകം, നെയ്വിളക്കത് ചെയ്യുക. ഒരു കുഴപ്പമില്ല. ട്രെയിൻ അപകടത്തിൽ നിന്ന് വരെ രക്ഷപ്പെട്ടവരുണ്ട്. ഞാനിങ്ങനെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ ഗ്രഹനില അനുസരിച്ചുള്ള ചില ദോഷ സമയങ്ങളിലുള്ള ചില കാര്യങ്ങളാണ്. അത് വണ്ടിയുടെ നമ്പറുമായിട്ട് ബന്ധമില്ല. അപ്പം അങ്ങനെ നമ്മൾ എന്ത് വേണോ അത് ചെയ്താൽ മതി, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അതിനുവേണ്ടി ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ. വിഷയത്തിലേക്ക് ഞാനിപ്പോൾ വരികയാണ് ഉടനെ. അപ്പോൾ ഇതൊക്കെ സാമാന്യമായ ഫലങ്ങളാണ്. ഈ നമ്പറുള്ളവർക്ക്, ഈ നമ്പറുകളുള്ളവർക്കെല്ലാം, ഈ നമ്പറുകളുള്ള എല്ലാവർക്കും ആ അനുഭവം ഉണ്ടാകുമെന്നതിന് അർത്ഥമില്ല, അങ്ങനെ ഉണ്ടാകത്തുമില്ല. ഇത് ചിലർക്കെങ്കിലും ആവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നല്ലത് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. അതുപോലെ ഈ വണ്ടിയുടെ 4 അക്കം കൂട്ടുമ്പോൾ 33 കിട്ടുക, 4 അക്കത്തിലെ അവസാന 2 അക്കം 33 വരിക, ഇങ്ങനെയുള്ള നമ്പറുകളും ഒരു അല്പം ഒരു നിർഭാഗ്യങ്ങൾ ഉണ്ടാകും, ഒരു നിർഭാഗ്യങ്ങൾ, ഭാഗ്യ തടസ്സങ്ങൾ ഉണ്ടാകുന്നു, ചില ആപത്തുകളിലൊക്കെ ചെന്ന് ചാടുന്നു ഒരു ടെൻഡൻസി ഉണ്ടാകാം. ഈ വണ്ടികൾ ഉപയോഗിക്കുന്നവർക്കും ഈ വണ്ടികൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്കും. പക്ഷേ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നൊരു നിർബന്ധമില്ല. ചിലർക്കെങ്കിലും ചിലപ്പോഴെങ്കിലും ഇത് ആവർത്തിക്കുന്ന കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സാമാന്യ ഫലമായിട്ടാണ് പറഞ്ഞത്. ശ്രദ്ധിക്കുക, മനസ്സിലായല്ലോ. ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ. അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തന്നു. ഒരു കുഴപ്പമില്ല, അത് കൃത്യമായിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. വണ്ടിയുടെ കാര്യത്തിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എതിരെ വരുന്ന ആളെ കൂടെ ആശ്രയിച്ചിരിക്കുക അതുകൊണ്ട് ഈശ്വരാധീനം വേണമെന്നുള്ളതാണ്. അത് നമുക്കൊരിക്കലും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. എതിരെ വരുന്നവന് അവൻ ചിലപ്പോൾ ബോധമില്ലാത്തവനാണ്, അല്ലെങ്കിൽ അവന് വീട്ടിലെ കുറേ ടെൻഷനുണ്ട്, അതൊക്കെ ബാധിക്കും. നമുക്കൊന്നും ചെയ്യാനാവില്ല. അപ്പോൾ അത് നമ്മുടെ ഈശ്വരൻ്റെ ഇരിക്കുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കുക, പിന്നെ ഈശ്വരാധീനം എന്നുള്ളതാണ്. ഇതുപോലെയാണ് ജീവിതത്തിലെ എല്ലാ കാര്യവും. ഇപ്പോൾ വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായെന്നേ ഉള്ളൂ. നമ്മുടെ പല കാര്യവും നമ്മുടെ വിചാരിക്കും നമ്മളുടെ കൺട്രോളിലാണ്, ഒന്നുമല്ല. മറ്റു പല ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കുന്നത്. അത് ഈശ്വരാധീനം കൊണ്ടേ അത് ശരിയാകത്തുള്ളൂ. അത് ഒന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് ഈ കാര്യം പറഞ്ഞത്. ഈ വിഷയത്തിലേക്ക് വരുവാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതാണ് വിശകലനം ചെയ്തത്. തലമുടി നാരഴയ്ക്ക് വിശകലനം ചെയ്ത് ഒരാൾക്ക് എന്ത് വേണോ അത് പറഞ്ഞു കൊടുക്കുന്നതാണ് എൻ്റെ രീതി. അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. അതാദ്യം വർക്ക് എടുക്കുമ്പോഴേ പറയും, അതെൻ്റെ സ്വാതന്ത്ര്യമാണ്, ഞാനതിന് എനിക്കിഷ്ടമുള്ള സമയം എടുക്കും. പക്ഷേ ഞാനതിനോട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് എനിക്ക് തൃപ്തിയാവുന്നൊരു പരിഹാരം കിട്ടിക്കഴിഞ്ഞാൽ നിർത്തത്തുള്ളൂ. അല്ലാതെ അവിടെ ഫീസൊന്നുമല്ല അവിടെ വിഷയം. ലളിതമായ ചെറിയൊരു ഫീസേ ഉള്ളൂ. പക്ഷേ ഞാൻ കൂടുതൽ സമയം ചിലപ്പോൾ അതുകൊണ്ട് ഇരുന്നെന്നിരിക്കും, മറ്റൊന്നിനുമല്ല. ഒരു കൈരേഖ തന്നെ ചിലപ്പോൾ 1 തവണ പരിശോധിക്കുന്നതും 10 തവണ പരിശോധിക്കുന്നതും രണ്ട് എഫക്റ്റാണ്. കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് അതിലേക്ക് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും ഒരു പരിഹാരം കിട്ടുന്നത്, അയാളുടെ ജീവിതം മാറ്റുന്നത്. അപ്പോൾ എനിക്ക് എത്ര സമയം ചിലവഴിച്ചാണെങ്കിലും അതെനിക്ക് നിർബന്ധമാണ്. നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ഒരു ഗുണമുണ്ടാകണം. പക്ഷേ അത് എൻ്റെ പാർട്ടി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. പിന്നെ അത് ചെയ്യുക എന്നുള്ള നിങ്ങളുടെ ഭാഗമാണ്. അതുകൂടെ ആകുമ്പോഴേ അത് പൂർണ്ണമാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് വാട്സപ്പിലിടുക. കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. സമയം കൂടുതൽ എടുക്കുന്നതുകൊണ്ട് ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞുതരും. ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകൾ മാത്രമേ പറയത്തുള്ളൂ, ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്നത്. പിന്നെ അവനവന് ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും, അത് പ്രാർത്ഥനകളുടെ പുറയിലെ മന്ത്രങ്ങൾ, എല്ലാ മന്ത്രങ്ങളും എല്ലാവർക്കും പറ്റത്തില്ല. മന്ത്രങ്ങളെ അത് ആർക്കൊക്കെ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ കൈരേഖയും ഗ്രഹനിലയും അനുസരിച്ച് ഏത് മന്ത്രങ്ങളാണ് അതിൻ്റെ പുറകിലുള്ള രഹസ്യം, മന്ത്രത്തിൻ്റെ ക്രമം, പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതെല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ്, ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, മിക്കവാറും ഞാൻ പാർക്കിൽ തന്നെ ആയിരിക്കും. പിന്നെ എനിക്ക് ക്രിയാകുണ്ടലിനി പ്രാണായാമം ഞാൻ ഗുരുവിൽ നിന്ന് സ്വീകരിച്ചാണ്, ശിവവിദ്യ എന്നാണ്. എൻ്റെ അവിടെ പേഴ്സണലായിട്ടുള്ള ധ്യാന, ഉപാസന, പ്രാണായാമം ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് വിളിച്ചാൽ കിട്ടത്തില്ല. എല്ലാവരും മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും. സാഹചര്യം പറഞ്ഞതുള്ളൂ, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് സാഹചര്യം പറഞ്ഞ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയണമല്ലോ, അതാണല്ലോ അതിൻ്റെ ശരി, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഇനിയും സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെ മനസ്സിലാക്കുക. വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവരിലോട്ടും എത്തട്ടെ, എല്ലാവർക്കും ഗുണം ചെയ്യും.
ചെയ്യുന്ന നിങ്ങൾക്ക് അനുഭവമായാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നല്ല അതോടെ ഷെയർ ചെയ്യാൻ ഞാൻ പറഞ്ഞു. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്താലും മതി നിങ്ങൾക്കത് അനുഭവമായി കഴിയുമ്പോൾ. പിന്നെ ബെൽ ബട്ടനോട് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതെന്തിനാണ് പറയുന്നത് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്ന കാര്യത്തോട് നീതി പുലർത്തുന്നതുകൊണ്ടാണ്. ഈ വീഡിയോയോട് നീതി പുലർത്തുന്നതുകൊണ്ടാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ നീതി. അതുകൊണ്ടാണ് ആ നീതി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. സന്ധ്യാസമയത്ത് കൈയും കാലും മുഖവും കഴുകിയിട്ട് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓം നമ ശിവായ ഭക്തിയോടെ ജപിക്കുക. ഒരു തവണ ജപിച്ചാൽ മതി. പക്ഷേ നിങ്ങളുടെ മനസ്സ് മുഴുവൻ സാക്ഷാൽ പരമേശ്വരനിൽ ശിവഭഗവാനിൽ ചെല്ലണം. ആ സമയത്ത് മനസ്സ് വേറെ ഒന്നിനും പോകരുത്. കയ്യും കാലും മുഖവും കഴുകാൻ പറഞ്ഞാൽ അതിനാണ്. കയ്യും കാലും മുഖവും കഴുകുമ്പോൾ നമ്മുടെ ശരീരത്തിനൊരു ഉണർവാണ്. അപ്പോൾ നമ്മൾ ആ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരും, ആ മൈൻഡ്ഫുൾനെസ്സിലേക്ക് വരും. പാസ്റ്റിലെയും ഫ്യൂച്ചറിലെയും ആ ബോധത്തിൽ നിന്ന് ചിന്തകളിൽ നിന്ന് നമ്മൾ കട്ടായി ആ നിമിഷത്തിലേക്ക് വരാൻ വേണ്ടിയാണ് കയ്യും കാലും മുഖവും കഴുകാൻ പറഞ്ഞത്. ആ ഉണർവ് ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ മനസ്സിനെ നിലനിർത്തും. അപ്പോഴത്തെ ആ നിമിഷത്തിലേക്ക് മനസ്സ് വരും. അതിനു വേണ്ടിയാണ്. അപ്പോൾ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓം നമ ശിവായ എന്ന് ജപിക്കുക. നിങ്ങളുടെ മനസ്സ് അതിനകത്ത് വരണം. ഒരുപാട് തവണയൊന്നും ജപിക്കേണ്ട, കൃത്യം ഒറ്റ തവണ ജപിച്ചാൽ മതി. ഇത് സന്ധ്യയ്ക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങൾ കിടക്കാൻ നേരത്ത് ഇതുപോലെ തന്നെ കൈയും കാലും മുഖവും ഒന്ന് നനച്ചിട്ട് തെക്കോട്ട് തിരിഞ്ഞു നിന്ന് കിടക്കാൻ നേരത്ത് തെക്കോട്ടാണ് ഓം നമ ശിവായ ജപിക്കുക. മതി, കൂടുതലൊന്നും ചെയ്യണ്ട. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ മുഴുവൻ വീഡിയോ കാണണം കേട്ടോ. അത് കുറേ കാര്യങ്ങളോട് മനസ്സിലാക്കിയിട്ട് ചെയ്യാവുള്ളൂ, എന്നാലേ അത് ബലം ഉണ്ടാകത്തുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതും മനസ്സിലാക്കാതെ വെറുതെ ചെയ്യുന്നതും രണ്ട് ഫലമാണ്. മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അറിയണം. വടക്കോട്ട് സന്ധ്യയ്ക്ക് ജപിച്ച് ഓം നമ ശിവായ ജപിക്കുന്നത്, വടക്കോട്ട് നോക്കി ജപിക്കുന്നത് ധനം, സമ്പത്ത്, ഐശ്വര്യം, എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിച്ചു തരും. നിങ്ങളുടെ കർമ്മദോഷങ്ങൾ, നിങ്ങൾക്ക് എന്ത് കർമ്മദോഷം ഉണ്ടെങ്കിലും പ്രവൃത്തി ദോഷം ഉണ്ടെങ്കിലും പാപദോഷം ഉണ്ടെങ്കിലും ശിവഭഗവാൻ മാറ്റിത്തരും. അതിനാണ്. കിടക്കാൻ നേരത്ത് തെക്കോട്ടാണ്. രണ്ട് ദിക്കിലേക്കാണ്. സന്ധ്യയ്ക്ക് വടക്കോട്ടും കിടക്കാൻ നേരത്ത് തെക്കോട്ടും. കിടക്കുന്നതിന് തൊട്ട് മുമ്പ് കൈയും കാലും മുഖവും ഒന്ന് നനച്ചിട്ട്, അല്ല കൈ മാത്രം നനച്ചാലും മതി. എന്നിട്ട് തെക്കോട്ട് നോക്കി ഓം നമ ശിവായ ജപിക്കുന്നത് ശത്രുദോഷങ്ങൾ ചലിക്കത്തില്ല. എത്ര വലിയ ശത്രുദോഷമാണേലും ചലിക്കത്തില്ല. നിങ്ങൾക്കെതിരെ യാതൊരു തരത്തിലുള്ള ശത്രുദോഷങ്ങളും നിങ്ങളെ ബാധിക്കത്തില്ല. ഏറ്റവും സൂക്ഷ്മമായ അതിരഹസ്യമായ വിദ്യ പറഞ്ഞു തരുന്നത് ഭഗവാന്റെ സംരക്ഷണം. ആ തെക്കോട്ട് നോക്കി ശിവനാമം ജപിക്കുന്ന ഓം നമ ശിവായ ജപിക്കുന്നവരിൽ ഭഗവാന്റെ സർവ്വ സഹായവും രക്ഷയും കവചവും ഉണ്ടായിരിക്കും. അതിനപ്പുറത്തൊരു വിദ്യയില്ല, അതിനപ്പുറത്തൊരു കാര്യമില്ല. ഞാനിപ്പോഴും ഇങ്ങനെ സിമ്പിളായിട്ട് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് എത്ര മനസ്സിലാകുമെന്ന് അറിയത്തില്ല. ഇപ്പം ഞാൻ വലിയ ഒരു മഞ്ഞ പട്ടൊക്കെ കൊടുത്ത് ഇവിടെ ഒരു കുറി, ഇങ്ങനെ മണ്ടയ്ക്കോട്ടൊരു ഗോപി ഒക്കെ വരച്ച് എൻ്റെ കയ്യിലൊക്കെ ഒരു വളയൊക്കെ അങ്ങോട്ട് ഇട്ടാൽ, അല്ലെങ്കിൽ ഇവിടെ കുറേ 10 ഒരു 5-8 രുദ്രാക്ഷമൊക്കെ ഇട്ട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ഭയങ്കര സംഭവമാണ്. ഞാനിങ്ങനെ ഒരു സിമ്പിളായിട്ടിരുന്ന് പറയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ പ്രാധാന്യം എത്ര മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ വർഷങ്ങളായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തവർക്കറിയാം. അവർ ബുക്കുകൾ വെച്ച് എഴുതിയെടുക്കുന്നവരുണ്ട്, യാത്രയിൽ ഓഡിയോ കേൾക്കുന്നവരുണ്ട്. അങ്ങനെ ജീവിതത്തിൽ എത്രയോ രാജ്യങ്ങളിൽ എത്രയോ ആളുകൾ 10 വർഷങ്ങളായി ഫോളോ ചെയ്യുന്നവരുണ്ട്. അവർക്കറിയാം, അന്ന് അവർക്ക് അനുഭവം വന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാത്തൊരു കാര്യം ഇതൊക്കെ സിമ്പിളൊന്നുമില്ല. ഇത് ഒരിക്കലും എത്ര ജന്മങ്ങൾ ഒരു ഗുരുവിൻ്റെ പുറകെ നടന്നാലും ഒരു ഗുരുവും പറഞ്ഞു കൊടുക്കാത്ത കാര്യം പറഞ്ഞു തരുന്നത്. ചില ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുമായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷേ സാധാരണ രീതിയിൽ ഇത് ആരും പറഞ്ഞു തരത്തില്ല. അത്ര ജന്മങ്ങൾ ഗുരുവിൻ്റെ പുറകെ സേവ ചെയ്തല്ലേ ഗുരുവിൻ്റെ പുറകെ നടന്നാലും ദൗർലഭമായിട്ട് കിട്ടുന്ന കാര്യമായി പറഞ്ഞു തരുന്നത്. ഇത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ അതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എന്തും നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നേടുമ്പോഴേ അതിൻ്റെ വില മനസ്സിലാകത്തുള്ളൂ. എങ്കിലും ഞാനിത് പറഞ്ഞു തരുന്നത് നിറഞ്ഞ മനസ്സോടുകൂടിയാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ ഫോളോ ചെയ്യുന്നവരുണ്ട്. ഞാൻ പറയുന്ന വിദ്യ ചെയ്യുന്നവർക്കൊക്കെ അതറിയാം. അവരുടെ ജീവിതത്തിലൊക്കെ അതുപോലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവരൊക്കെ അത് ഫോളോ ചെയ്യും. കാരണം സത്യത്തിൻ്റെ വഴിയാണല്ല, ശിവൻ്റെ വഴിയാണ്. ഞാൻ ശിവൻ്റെ മനസ്സിൽ ശിവൻ മാത്രമേ ഉള്ളൂ. ഭഗവാനെ സങ്കല്പിച്ച ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അതിനൊരു സത്യമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക. ഇത് ദിവസവും ചെയ്യുക. എപ്പോഴൊക്കെ ചെയ്യാൻ പറഞ്ഞേ? സന്ധ്യയ്ക്കും വൈകിട്ടും. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സകലതും ഭഗവാൻ തരും.
ഇതോടൊപ്പം നിങ്ങൾ 2 കാര്യം കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക, ഞാൻ പറയുന്നതേ ഉള്ളൂ. ശനിയാഴ്ച വൈകിട്ട് ശിവക്ഷേത്രത്തിൽ ഒരു നെയ്വിളക്ക് മാത്രം തെളിയിച്ച് ഭഗവാനോട് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് നടക്കി വെക്കുക. അതുപോലെ തിങ്കളാഴ്ച രാവിലെ ശിവഭഗവാൻ ഒരു ജലധാര, അതുപോലെ ഒരു കൂവളത്തിലാർച്ചന ഇത് സമർപ്പിച്ച ശേഷം നെയ്വിളക്ക് മാത്രമായിട്ട് ഇത് കഴിഞ്ഞ് പ്രത്യേകമായിട്ട് പിടിച്ച്, അത് 15 രൂപ 20 രൂപ ക്ഷേത്രത്തിൽ കിട്ടുന്ന നെയ്വിളക്കിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, കത്തിച്ച് മനസ്സുകൊണ്ട് കരഞ്ഞ് ഭഗവാനോട് നിങ്ങൾക്ക് വേണ്ട കാര്യം പറഞ്ഞ് തിങ്കളാഴ്ച രാവിലെ സമർപ്പിക്കുക. അപ്പം തിങ്കളും ശനിയും ഇത് ആവർത്തിക്കുക കൂടെ ചെയ്താൽ ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. ഇത് ഭഗവാനിൽ നിന്ന് തന്നെ, ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വിചാരിച്ചു. അതിന് കാരണമുണ്ട് കേട്ടോ. കാരണം ഇത് പറയുമ്പോൾ എനിക്ക് ഈ കാര്യത്തിലേക്ക് ചില അനുഭവങ്ങൾ, ശിവാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ച ഒരു കാര്യമല്ല ഇപ്പം പറഞ്ഞതെന്ന്. അത് ഭഗവാന്റെ ഒരു കൈകടത്തൽ അതിൻ്റെ അകത്തുണ്ട്. എൻ്റെ നാവിൽ, എൻ്റെ ചിന്തയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല ഇപ്പം വന്നത് ഒരു കാര്യം. അത് ഭഗവാന്റെ ഒരു കൈകടത്തലാണ്. അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതായിട്ട് തന്നെ വിചാരിച്ചു. ഇത് എൻ്റെ യാതൊരു കഴിവോ അറിവോ ഒന്നുമില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. ഭഗവാനെ സദാ സർവദാ ധ്യാനിച്ചിരിക്കുന്ന, ഭഗവാനെ വിശ്വസിക്കുന്ന, ഭഗവാന്റെ അനുഭവത്തിൽ ലയിച്ചിരിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. ഞാൻ വഴി പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഭഗവാനെ എനിക്ക് നൽകിയ നിയോഗം അത് ഞാൻ പറഞ്ഞു തരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഭഗവാനോട് നന്ദി പറയുക, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ആമമോതിരത്തിൻ്റെ രഹസ്യം പറഞ്ഞുതരാം. ആമമോതിരം അല്ലേ, വെള്ളിക്കട ചെന്ന് കഴിഞ്ഞാൽ ആമമോതിരം ചില കടകളിലുണ്ട്. അപ്പോൾ ഒരുപാട് മോതിരം നിരത്തി ഇട്ടിരിക്കുന്നതാണ്, പലതിനും പല വിലയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങുക. ഇനി വില കൂടുതലാണെങ്കിൽ വേറെ സ്ഥലത്ത് പോയി അന്വേഷിച്ച് നിങ്ങൾക്ക് പറ്റുന്നത് നല്ല വെള്ളിയുടെ വാങ്ങുക. നിങ്ങളെ ആരും കളിപ്പിക്കാൻ നിന്ന് കൊടുക്കരുത്. ഒരിടത്ത് വില കൂടുതലാണോ വേറെ പോയി അന്വേഷിക്കുക, അവിടെ കൂടുതലാണോ വേറെ പോയി അന്വേഷിക്കുക. നല്ലതെന്ന് തോന്നിയാൽ മാത്രം എടുക്കുക. നമ്മളെ ഒരാൾ പറ്റിക്കുന്നത് നമ്മൾ നിന്നു കൊടുത്തിട്ടാണ്, യാതൊരു സംശയം വേണ്ട അതിൻ്റെ അത്, നമ്മൾ അനുവദിച്ചിട്ടാണ്. അപ്പം നിങ്ങളുടെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങുക. എനിക്ക് വാങ്ങണമെന്നോ വാങ്ങണ്ടെന്നോ ഞാൻ പറയത്തില്ല. ഈ രീതി ഫോളോ ചെയ്തവർക്ക് അതിൻ്റെ ഒരു ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. ഞാനത് വാങ്ങണമെന്നും വാങ്ങണ്ടെന്നും പറയത്തില്ല. പക്ഷേ എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഞാൻ പലർക്കും നിർദ്ദേശിച്ചവർക്കൊക്കെ ശരിയായിട്ട് ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ 10 പേർക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 6 പേരെ അത് ശരിയായിട്ട് ചെയ്യത്തുള്ളൂ, 4 പേര് അത് തെറ്റിച്ചേ ചെയ്യത്തുള്ളൂ. അതൊരു പ്രകൃതി നിയമമാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഫലിക്കാത്തതിൻ്റെ കാര്യം. പക്ഷെ ശരിയായിട്ട് ചെയ്താൽ ബലം നിശ്ചയം. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ രഹസ്യം ഈ ആമമോതിരം പണിയുന്ന ആളുടെ കഴിവല്ല, ഈ ആമമോതിരം ഈ വെള്ളിയുടെ ശക്തിയല്ല. ഇതിൻ്റെ അകത്ത് നമ്മുടെ മനസ്സിൽ കൊടുക്കുന്ന ഒരു സങ്കല്പമുണ്ട്, അതിൻ്റെ ശക്തിയാണ്. അത് പറഞ്ഞു തരാം, വിശദമായിട്ട് കേട്ടോളൂ. പ്രത്യാഹാരം എന്നൊരു കാര്യമുണ്ട് യമനിയമങ്ങളിൽ. പ്രത്യാഹാരം, ഇപ്പം പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഉള്ളിലേക്ക് പിൻവലിക്കാനുള്ള കഴിവാണ്. നിങ്ങളുടെ മനസ്സിനെ കാണുന്ന കാഴ്ചകളിൽ നിന്നും കേൾക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഒക്കെ മനസ്സിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് പിൻവലിക്കാനുള്ള ഒരു കഴിവിനെയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. ആഹരിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ ഇന്ദ്രിയങ്ങൾ, ഇപ്പം ചെവി എന്താ, ശബ്ദത്തെയാണ് ആഹരിക്കുന്നത് അല്ലേ. ചെവി ശബ്ദത്തെയാണ് സ്വീകരിക്കുക എന്നിവിടെ ആഹരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി കണ്ണെന്തോ രൂപങ്ങളെ ആഹരിക്കുന്നു, നാക്ക് രസത്തെ ആഹരിക്കുന്നു, ത്വക്ക് സ്പർശത്തെ ആഹരിക്കുന്നു അല്ലേ, മൂക്ക് മണത്തെ ആഹരിക്കുന്നു അല്ലേ. ഈ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഇന്ദ്രിയ വിഷയങ്ങളെ ആഹരിക്കുന്നു. അപ്പം ഇതിൽ നിന്നൊക്കെ ഉള്ളിലേക്ക് മനസ്സിനെ ഉൾവലിക്കാനുള്ള കഴിവിനെയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണം, ഇതൊരു വലിയൊരു രഹസ്യത്തിലേക്കാണ് വരുന്നത്. ഈ ആമമോതിരത്തിൻ്റെ രഹസ്യമാണ് പറഞ്ഞായിരുന്നത്. അല്ലേ ചിന്തിക്കും, ഇവിടെ പ്രത്യാഹാരം ഈ ആമമോതിരമായിട്ട് തന്നെ ബന്ധം. ഇങ്ങനെ മനസ്സിനെ ഉൾവലിച്ചാൽ ഇപ്പോൾ തന്നെ വലിയ സംഭവങ്ങൾ നടക്കുമോ? ഒന്നുമല്ല, പറഞ്ഞു തരാം. വലിയ സംഭവമായി പറഞ്ഞായിരുന്നത്, ചെറിയ കളിയൊന്നുമല്ല. ഇപ്പോൾ ഈ ആമമോതിരത്തിൻ്റെ രഹസ്യത്തിലേക്കാണ് വരുന്നത്. അപ്പം പ്രത്യാഹാരം മനസ്സിലായല്ലോ, മനസ്സിനെ ഉൾവലിക്കാനുള്ള കഴിവ്. അപ്പം മനസ്സിനെ ഇങ്ങനെ ഉൾവലിയുമ്പോഴാണ് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും
നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ ഉള്ളിലേക്ക് വലിക്കുമ്പോഴാണ് മനസ്സിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വരൂപം, മനസ്സ് ശരിക്കും എങ്ങനെയാണോ ആ സ്വരൂപം, സത്യസ്വരൂപം, മനസ്സിൻ്റെ യഥാർത്ഥ സ്വരൂപം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. മനസ്സിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്നാണെന്നറിയാമോ? അസൂയയില്ല, കുശുമ്പില്ല, പൊങ്ങച്ചമില്ല, സന്തോഷമില്ല, സങ്കടമില്ല, ഇതൊന്നും ഇല്ലാത്ത മനസ്സാണ് ശുദ്ധമായൊരു മനസ്സ്. ഒരു ജനിച്ച കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സ്. നമ്മളിവിടെ ജനിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നേടുന്നത്. കുശുമ്പാണേലും സന്തോഷമാണേലും അഹങ്കാരമാണേലും ആർത്തിയാണേലും നമ്മൾ ജനിക്കുന്ന അവസ്ഥ ആ മനസ്സൊരു നിഷ്കളങ്കതയാണ്. അങ്ങനെയുള്ള മനസ്സിൻ്റെ ആ സത്യസ്വരൂപമായ ആ മനസ്സിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആ മനസ്സിനെ അനുഭവിച്ച് ധ്യാനത്തിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കാര്യം നേടിയെടുക്കാനുള്ള ഒരു മനസ്സിൻ്റെ യഥാർത്ഥ കഴിവ് നമുക്ക് കിട്ടും. അത് നിങ്ങളുടെ ജോലിയിലാണേലും നിങ്ങളുടെ പ്രവൃത്തികളിലാണേലും ഏത് കാര്യത്തിലും മറ്റുള്ളവർക്ക് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ നേടിയെടുക്കാൻ മനസ്സിൻ്റെ ഏകാഗ്രത കൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടും എന്നുള്ളതാണ്. ഒരു കാര്യം ഒരു പ്രാവശ്യം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു കാര്യം കണ്ടാൽ തെറ്റോ ശരിയെന്ന് സ്വയം അറിയാൻ പറ്റും. കണക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടി പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഏത് കാര്യങ്ങളും മനസ്സിനൊരു ഉൾക്കാഴ്ച ഉണ്ടായി വരും, മനോനിയന്ത്രണം ഉണ്ടായി വരും ഇങ്ങനെ പ്രത്യാഹാരം കൊണ്ട്. അപ്പോൾ ഈ പ്രത്യാഹാരം എപ്പോഴും നമുക്കിത് സാധ്യമല്ല. നിങ്ങൾ രാവിലെ ഒരു 10 മിനിറ്റിൽ 5 മിനിറ്റെങ്കിലും മനസ്സിനെ ഇങ്ങനെ ഉൾവലിഞ്ഞ് ധ്യാനിക്കാൻ പഠിപ്പിച്ചാൽ 24 മണിക്കൂറിന് ഒരു 10 മിനിറ്റെങ്കിലും ദിവസം അത് ചെയ്താൽ ക്രമേണ മനസ്സിന് വളരെ ഒരു ശക്തി കൈവരും. പല അസാധ്യ കാര്യങ്ങളും മറ്റുള്ളവർ വിചാരിച്ച് നടക്കാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഇന്ദ്രിയങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിൽ വരും. അപ്പോൾ ഇതിന് ആമമുതലായിട്ടുള്ള ബന്ധം പറഞ്ഞുതരാം. ആമയുടെ പ്രത്യേകത, ആമ പെട്ടെന്ന് ഉൾവലിയാനുള്ള കഴിവ് ആമയ്ക്കുണ്ട്. അവിടെ അവർ പ്രതീകാത്മകമാണ്. അപ്പം ആമ എന്ന് പറയുമ്പോൾ ആമ എപ്പോഴും ഈ തോടിനകത്തോട്ട് ഉൾവലിയാനുള്ള ഒരു കഴിവ് ആമയ്ക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ആമയെ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ നമ്മളുടെ മനസ്സും അകത്തേക്ക് ഉൾവലിയുമ്പോഴാണ് നമ്മൾക്ക് ആ ശരിയായ മനസ്സിനെ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പം ആമയെ ചിന്തിക്കുമ്പോൾ ആ പ്രത്യാഹാര കഴിവ് ചിന്തിക്കണം, ഉൾവലിയാനുള്ള കഴിവ്. ആ കഴിവ് ചിന്തിച്ചാൽ മതി, പ്രതീകാത്മകമായിട്ട് ചിന്തിച്ചാൽ മതി. ഇനിയും ഇങ്ങനെ ഉൾവലിഞ്ഞാലുള്ള ഒരു എന്ത് ശക്തിയാണ് നമുക്ക് കിട്ടുന്നുള്ള ഒരു കഥയിലൂടെ ഞാൻ പറഞ്ഞുതരാം. ആ കഥ പറഞ്ഞിട്ട് കഥയിലെ കാര്യം പറഞ്ഞുതരാം. അത് അവസാനം അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അതായത് ദുർവാസാവ് മഹർഷിയുടെ ശാപം കൊണ്ട്, പുരാണ കഥയാണ്, പക്ഷേ ഇത് കഴിഞ്ഞ് പറയുന്ന കാര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ദുർവാസാവ് മഹർഷിയുടെ ശാപം കൊണ്ട് ദേവന്മാർക്ക് ജരാനരകൾ ബാധിച്ചപ്പോൾ അവർ പാലാഴി കടഞ്ഞ് അമൃത് ഭക്ഷിച്ചാലേ അവർക്ക് ജരാനരകൾ മാറത്തുള്ളൂ, ചുരുക്കി പറയാം. അപ്പോൾ അതിനുവേണ്ടി ദേവന്മാരും അസുരന്മാരോടെ ചേർന്ന് പാലാഴി കടയാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകിയെ പാശമാക്കി കയറാക്കി ആണ് ഈ പാലാഴി കടയുന്നത്. അപ്പോൾ ആ പാലാഴി കടഞ്ഞ് കഴിയുമ്പോൾ ആദ്യം അവരങ്ങനെ ചെയ്തപ്പോൾ ഈ മന്ദരപർവ്വതം താഴ്ന്നുപോയി. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു കൂർമാവതാരം, കൂർമ എന്ന് വെച്ചാൽ ആമയായിട്ട് അവതരിച്ചു. ഈ മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തിയാണ്, മന്ദരപർവ്വതത്തിൻ്റെ മുകളിലാണ്, മന്ദരപർവ്വതമല്ല, ഈ കൂർമാവതാരമായ ഭഗവാന്റെ ആമയായ ഭഗവാന്റെ മുകളിലാണ് മന്ദരപർവ്വതം നിർത്തി പാലാഴി കടയുന്നത്. അല്ലെ മന്ദരപർവ്വതം താഴെ ഇട്ട് പോയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെയാണ് പാലാഴി കടഞ്ഞ് അമൃതെടുക്കാൻ പറ്റിയത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കഥ അങ്ങനെ നിൽക്കട്ടെ, ഇതിൻ്റെ അകത്ത് കാര്യമുണ്ട്. അതായത് മനസ്സിനെ ഈ പ്രത്യാഹാരത്തിലേക്ക് ശീലിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാലിന്യങ്ങളെ കടങ്ങ് നിങ്ങളുടെ മനസ്സിൻ്റെ സത്യസ്വരൂപത്തെ എടുത്തു കഴിയുമ്പോൾ അമൃതമാകുന്ന വിശിഷ്ടമായ ആ ശക്തി നിങ്ങൾക്ക് കൈവരും. ഇത് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യത്തെ ആണ് ഇതുകൊണ്ട് ഇതിൻ്റെ ഒരു വശമാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. ആദ്യം കൂർമ ആമയില്ലാതെ മന്ദരപർവ്വതം കടഞ്ഞപ്പം താഴ്ന്നുപോയി എന്ന് വെച്ചാൽ പ്രത്യാഹാരമില്ലാതെ നിങ്ങൾ ചെയ്യുന്ന പല വിദ്യകളും അപൂർണമാണ്. നിങ്ങൾക്ക് മനസ്സിനെ അറിയണമെങ്കിൽ, മനസ്സിൻ്റെ ശക്തിയെ അറിയണമെങ്കിൽ പ്രത്യാഹാരം വേണം. അതാണ് ആമയുടെ രൂപത്തിൽ ആമയുടെ ആ മുകളിൽ മന്ദരപർവ്വതത്തെ നിർത്തി കടയുമ്പോഴാണ് അമൃതം ഏറ്റവും വിശിഷ്ടമായ ഒരു വിശിഷ്ടമായ
ഒരു കാര്യമാണ് അമൃത്. അതാണ് ഈ ദേവന്മാരുടെ ജരാനരകൾ മാറ്റി അവരെ അജയ്യരാക്കുന്ന, അമരരാക്കുന്നു. നിങ്ങളും അമരന്മാരാകും. എങ്ങനെ? മനസ്സിൻ്റെ യഥാർത്ഥ കഴിവ് പറഞ്ഞാൽ അമരന്മാരാകുന്ന മരണമില്ലായിരിക്കുമെന്നല്ല, നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ അജയ്യന്മാരും അമരന്മാരുമായി തീരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അത് മനസ്സിലാക്കി ഓം നമോ നാരായണായ ജപിച്ച് ആ കൂർമാവതാരത്തിൻ്റെയും ആ പ്രത്യാഹാരത്തിൻ്റെ ശക്തിയും നിങ്ങൾ മനസ്സിലാക്കി സങ്കല്പിച്ച് ആമമോതിരം ധരിച്ച് ഓം നമോ നാരായണായ ജപിച്ച് നിങ്ങളുടെ മനസ്സിനെ ആ ഒരു അവസ്ഥയിലേക്ക് രാവിലെ ഒരു 10 മിനിറ്റ് ധ്യാനിക്കുക. മറ്റു ചിന്തകളിൽ നിന്നെല്ലാം മനസ്സിനെ പിൻവലിച്ച് ധ്യാനിച്ച ശേഷം ഓം നമോ നാരായണായ ജപിച്ച് ആമമോതിരം ഇടുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലും നിങ്ങളെപ്പോഴും ഇത് കാണുകയാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ബോധമുണ്ടാവും. പ്രത്യാഹാരം, ഭഗവാൻ നാരായണൻ്റെ അനുഗ്രഹം, അതും നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ പുറത്തും അകത്തും ആ ഒരു ചിന്ത വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അല്ലാതെ ഈ ആമമോതിരത്തിനകത്ത് അത്ഭുതങ്ങളോ ഒന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ല, ഇത് മേടിക്കുന്ന കടയ്ക്ക് പ്രത്യേക ശക്തിയോ, കടക്കാരന് പ്രത്യേക ശക്തിയോ, പണിയുന്നവന് ശക്തിയോ, ഇത് വെള്ളിക്ക് പ്രത്യേക ശക്തിയോ ഒന്നുമില്ല. നിങ്ങളുടെ സങ്കല്പത്തിലാണ് അതിന് കാര്യം ഇരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. ഇത് മനസ്സിലാക്കുന്നവൻ രക്ഷപ്പെട്ടു. അങ്ങനെ വേണം ആമമോതിരം ധരിക്കാൻ. ഇനി ആമയുടെ തല മുകളിലേക്ക് വരണം കേട്ടോ. എൻ്റെ ഇത് ഇടത് കൈയായിട്ട് തോന്നുന്നെങ്കിലും ശരിക്കും വലത് കൈയാണ്. വീഡിയോ കാണുമ്പോൾ, ക്യാമറ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ്. ഇത് ധരിക്കേണ്ടത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും വലത് കൈയിൽ നടുവിരൽ വേണം ധരിക്കാൻ കേട്ടോ. അങ്ങനെ ധരിച്ചവർക്കൊക്കെ ഗുണമുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞത് കാര്യം ചെയ്യാനൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ആവശ്യമുള്ളവർ ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ഇതൊരു നല്ല കാര്യമാണ്. 10,000, 1,200 രൂപയൊക്കെ ആകത്തുള്ളൂ. അതിൽ കൂടുതൽ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ പോയി അന്വേഷിക്കുക. ആരും നിങ്ങളെ പറ്റിക്കാൻ നിന്ന് കൊടുക്കരുത്. പറഞ്ഞാൽ മനസ്സിലാവുന്നു? അതാരാണേലും അത് നിങ്ങളുടെ കുഴപ്പമാണ്. ഒരാൾ നിങ്ങളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അത് പകുതി നിങ്ങൾ നിന്ന് കൊടുത്തിട്ടാണ്, 50% നിങ്ങളുടെ കയ്യിലാണ് കുഴപ്പം. അങ്ങനെ നിന്ന് കൊടുക്കരുത് കേട്ടോ. അപ്പം ഇന്ന് ശിവൻ്റെ 2 രഹസ്യ വിദ്യകളെക്കുറിച്ച് മനസ്സിലാക്കി, ആമമോതിരത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കി, പ്രത്യാഹാരം എന്താണെന്ന് മനസ്സിലാക്കി. ഈ ആമമോതിരവും പ്രത്യാഹാരമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഭഗവാൻ നാരായണൻ്റെ കൂർമ്മ അവതാരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടേതായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അതിനുവേണ്ടിയാണ് പറഞ്ഞു തന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ ആർക്ക് എന്ത് ചെയ്താലും പ്രതീക്ഷിക്കാതെ ചെയ്യുക. ഈ പ്രതീക്ഷയിലാണ് ഏറ്റവും വലിയ വിഷമം ഉണ്ടാകുന്നത്. നിങ്ങൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്തു, അവരിൽ നിന്ന് നിങ്ങളൊരു കാര്യം പ്രതീക്ഷിക്കുമ്പോൾ അത് കിട്ടാതെ വരുമ്പോഴാണ് നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകുന്നത്. ഈ സങ്കടമാണ് ജീവിതത്തിൽ എല്ലാവരും 80% അനുഭവിക്കുന്നത്. മക്കൾക്ക് ചെയ്തു, മരുമക്കൾക്ക് ചെയ്തു, നാട്ടുകാർക്ക് ചെയ്തു, വീട്ടുകാർക്ക് ചെയ്തു. പക്ഷെ അവർ ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ആർക്ക് ചെയ്താലും പ്രതീക്ഷിക്കാതെ ചെയ്യുക. നിങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രകൃതി അതിൻ്റെ ഫലം തരും, ഗുണം തരും. ഒരു സംശയം വേണ്ട. എനിക്കറിയാവുന്ന ഒരു പാചകക്കാരനുണ്ട്. എനിക്ക് ഏത് വിദ്യയും വളരെ ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ആ വിദ്യയിൽ ആഴത്തിൽ പോയി ചെയ്യുന്നവരോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. അത് എൻ്റെ പല സുഹൃത്തുക്കളും അങ്ങനെയുള്ളവർ തന്നെയാണ്, പല ഫീൽഡിലുള്ളവരും. അപ്പോൾ എനിക്കറിയാവുന്ന നല്ലൊരു പാചകക്കാരനുണ്ട്. പുള്ളി അതിൽ എക്സ്പെർട്ടാണ്, ആദ്യം മാസ്റ്ററാണ് പുള്ളി. സാധാരണക്കാരനാണ്, പാവപ്പെട്ടവനല്ല, വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ പുള്ളി അത് എക്സ്പെർട്ടാണ്. അപ്പം പുള്ളി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പുള്ളി പാചകം തുടങ്ങുന്നതിന് മുമ്പ് പുള്ളി പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യുന്നത്. പ്രാർത്ഥിച്ചിട്ടാണ് തീ കത്തിക്കുന്നത്, പ്രാർത്ഥിച്ചിട്ടാണ് ആ ഭക്ഷണം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിന് ഭയങ്കര പിടിച്ചുപറിയും. ഇത് അദ്ദേഹം ചെയ്യുന്ന ഒരു രഹസ്യമാണ്. ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് വെച്ച് എന്നോട് പറഞ്ഞാണ്. ഇതിനകത്തൊക്കെ കാര്യമുണ്ട്. അദ്ദേഹം ഒന്നും പ്രതീക്ഷിച്ചല്ല. അദ്ദേഹം ചെയ്യുന്ന കാര്യം സത്യസന്ധമായിട്ട് ചെയ്യുന്നു. അതുകൊണ്ട് പ്രകൃതി അദ്ദേഹത്തിന് ഇഷ്ടംപോലെ അവസരങ്ങൾ കൊടുക്കുന്നു, ഇഷ്ടംപോലെ ഓർഡറുകൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യമാണെങ്കിലും ഒന്നും ഫലം ഇത് ചെയ്താൽ ഇന്നത് കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യണ്ട. ചെയ്യുന്ന നന്നായിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഫലം പ്രതീക്ഷിക്കാതെ. അതൊരു തൊഴിലായാലും എന്തായാലും പ്രകൃതി അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു തരും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇതൊരു വലിയ കാര്യമാണ് കേട്ടോ, ചെറിയ കാര്യമല്ല. നിങ്ങൾക്കത് ഗുണം ചെയ്യും. ശരിയായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു തന്നത്. ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്.
ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭും ശിവോഹം, ഗുരും പരം ശിവോഹം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഈ നമ്മൾക്ക് പലപ്പോഴും ആളുകൾക്ക് അബദ്ധങ്ങൾ പറ്റുന്നത് നമ്മൾ പല കാര്യങ്ങളുടെയും പുറകെ പോകുമ്പോഴാണ്. ശരിക്കും നമ്മൾക്ക് അനുഭവമുള്ള കാര്യങ്ങളെ മാത്രമേ വിശ്വസിക്കാവുള്ളൂ. പല ആളുകളും പല അറിവുകളെ, പല കാര്യങ്ങളെ, പല വിദ്യകളെ, പലതൊക്കെ പറയും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അനുഭവം വരുന്നത് എന്താണോ അതിനെ മാത്രം ഫോളോ ചെയ്യുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. സത്യസന്ധമായിട്ടുള്ള ഏതൊരു കാര്യത്തെയും ഫോളോ ചെയ്യുക, അത് ആര് പറഞ്ഞാലും. പക്ഷെ നിങ്ങളുടെ മനസ്സിനെ ആർക്കും വിട്ടുകൊടുക്കരുത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബുദ്ധിയെ, നിങ്ങളുടെ യുക്തിയെ, നിങ്ങളുടെ അനുഭവത്തെ വേണം എപ്പോഴും വിശ്വസിക്കാൻ. മനസ്സിലാകുന്നു? ഏറ്റവും ആളുകൾക്ക് അബദ്ധങ്ങൾ പറ്റുന്നത് മറ്റുള്ളവരെ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ കഴിവില്ലാത്തതുകൊണ്ടോ അറിവില്ലാത്തതുകൊണ്ടോ ബുദ്ധിയില്ലാത്തതുകൊണ്ടോ അല്ല, മറ്റുള്ളവരെ ആവശ്യമില്ലാതെ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അപ്പം നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ആവശ്യത്തിന് മാത്രം വിശ്വസിക്കുക. നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക. അത് ആരുടെ ആണെങ്കിലും, ആര് പറഞ്ഞാലും, ഞാനെന്നല്ല ആര് പറഞ്ഞാലും, അല്ല തള്ളിക്കളയുക. എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ല തള്ളിക്കളയുക. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ മുന്നോട്ട് പോകാവുള്ളൂ. ഈ